അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ടൊരു ചർച്ചയിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. എന്താണ് ബറാഅത്ത് രാവ്? അള്ളാഹു പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകട്ടെ. പ്രപഞ്ചനാഥനായ അള്ളാഹു മനുഷ്യരിൽ ചിലർക്ക് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അതുപോലെ ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില സ്ഥലങ്ങൾക്കൊക്കെ അല്ലാഹു തആല ഇതുപോലെ മഹത്വം നൽകി ആദരിച്ചിട്ടുണ്ട്. അള്ളാഹു പ്രത്യേകം മാനിച്ചവയെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ കടമയുമാണല്ലോ. അത്തരത്തിൽ അള്ളാഹു ആദരിച്ച പുണ്യമുള്ളൊരു ദിവസമാണ് ബറാഅത്ത് രാവ്. ഇത് ശഅബാൻ 15-ാം രാവാണ്. ബറാഅത്ത് രാവ് എന്നറിയപ്പെടുന്ന രാവ് ശഅബാൻ 15-ാം രാവിലാണ് ഈ പ്രത്യേകമായ പുണ്യമുള്ള രാവ്. ഈ രാവിന് ലൈലത്തുൽ ദുആ, ലൈലത്തുൽ ഖിസ്മ, ലൈലത്തുൽ ഇജാബ, ലൈലത്തുൽ മുബാറക്ക, ലൈലത്തുൽ ഷഫാ, ലൈലത്തുർ റഹ്മ തുടങ്ങി വിവിധ പേരുകളിൽ ഈ രാവ് അറിയപ്പെടുന്നുണ്ട്. ഈ പേരുകളൊക്കെയും ഈ രാത്രിയുടെ മഹത്വത്തെയാണ് വിളിച്ചോതുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക്ക. പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയത് ബറക്കത്താക്കപ്പെട്ട ഈ രാത്രിയിലാണ്. ബറക്കത്താക്കപ്പെട്ട രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശഅബാൻ 15-ാം രാവ്, അത് ബറാഅത്തിൻ്റെ രാവാണ് എന്ന് തഫ്സീറിൻ്റെ ഇമാമിങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് അള്ളാഹു പൂർണ്ണമായും ഇറക്കിയത് ഈ ശഅബാൻ 15-ാം രാവ് അഥവാ ബറാഅത്ത് രാവിലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനെ ഇറക്കി കൊടുത്തത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തിൽ പറയുന്ന ലൈലത്തുൽ ഖദർ 27-ാം രാവിൽ നമ്മൾ പ്രത്യേകം റമദാനിൽ ലൈലത്തുൽ ഖദറാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ. ആ ലൈലത്തുൽ ഖദറിലാണ് നബി തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കി തുടങ്ങിയത്. 23 വർഷങ്ങളെ കൊണ്ടാണ് അത് പൂർത്തീകരിച്ചതും. എന്നാൽ ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആനെ ഇറക്കിയത് അത് ലൈലത്തുൽ ബറാഅയിലാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ലൈലത്തുൽ ബറാഅയിലുള്ള മറ്റൊരു സംഭവമാണ്, അന്നത്തെ രാത്രിയിൽ സംസം വെള്ളം നമുക്ക് വ്യക്തമാകും വിധം ഉയരും എന്നതും ഇമാമിയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസം വെള്ളം ലൈലത്തുൽ ബറാഅയിൽ കൂടുതലുണ്ടായിക്കൊണ്ടിരിക്കുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഷഫാഅത്തിനുള്ള പൂർണ്ണമായ അധികാരം നൽകിയതും ലൈലത്തുൽ ബറാഅയിലാണ്. ശഅബാനിലെ 13-ാമത്തെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനുള്ള ഷഫാഅത്തിനുള്ള അധികാരത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ 1/3 ഭാഗം അല്ലാഹു തആല അനുവദിച്ചു നൽകി. 14-ാം രാവിൽ വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തപ്പോൾ 2/3 ഭാഗം അല്ലാഹു അനുവദിച്ചു നൽകി. 15-ാം രാവിൽ ലൈലത്തുൽ ബറാഅയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തപ്പോൾ പൂർണ്ണമായും ഷഫാഅത്തിനുള്ള അധികാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചത് ഈ ബറാഅത്ത് രാവിലാണ്. ഈ ബറാഅത്ത് രാവിൽ ഒട്ടനേകം പേരെ നരകമോചനം നൽകിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹു ഈ രാത്രിയിലാണ് കാര്യങ്ങൾ വിധിക്കുന്നത് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെയേറെ ശ്രേഷ്ഠതയുള്ള പുണ്യമുള്ള
രാവാണ് ലൈലത്തുൽ ബറാഅ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു ഈ ദിവസത്തെ ആദരിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.